നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീനെ മുത്തശ്ശിയും കൂടെ സംസാരിക്കണം. മുത്തശ്ശിക്കാണോ വല്ലാത്തൊരു ഞെട്ടല അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അല്ല അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വൈജയന്തിയോട് ഗംഗാധരൻ എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ നിന്റെ ആഗ്രയിലെ കഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കുട്ടികളെ മീനിച്ചലാറ്റിക്കൊണ്ട് തള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞോ? അതെ മുത്തശ്ശി. അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുമോ മുത്തശ്ശി? ഈ ആഗ്രയിലെ കഥ എന്താ? ഗംഗാധര സാറ് വന്നപ്പോഴും മാഡത്തിനോട് പറയുന്നു കേട്ടു. മാഡം അത് കേട്ടിട്ട് മിണ്ടാതൊരു മൂലയ്ക്ക് പോയി ഇരിക്കുന്ന കണ്ടു. പക്ഷേ എങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല ആഗ്രയെ വെച്ച് ഇനിയിപ്പം മാഡത്തിന് വല്ല കണക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നോ? വല്ല പ്രണയമോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് മുത്തശ്ശിയോട് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു നോർത്തുണ്ട്. ഇപ്പം മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല, എന്നോട് പറഞ്ഞോ. ഇനിയിപ്പം അങ്ങനെ എന്തേലും ആണോ ബാലേന്ദ്ര സാറിൻ്റെ മനസ്സിൽ കടന്നു കൂടിയേക്കണമെന്ന് അറിയില്ല. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല മുത്തശ്ശി. ഒടുവിൽ മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ആഗ്രയെ വെച്ച് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്ത് പോയിരുന്നു. പ്രണയമോ? അതെ, അവൾക്ക് ആഗ്രഹം വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഗംഗാധരൻ്റെ മാലതിയുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് മാലതിയുടെ പ്രസവ സമയത്താണ് ഇവൾ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാപ്റ്റനുമായിട്ട് ഒരു പട്ടാളക്കാരനുമായിട്ട് അവൾ പ്രണയത്തിലായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന ഒരു നിമിഷം എഴുന്നേറ്റു. അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാന്നുള്ള കാര്യം. പക്ഷെ അയാൾ എന്താ ഏതാ പേരുകളെക്കുറിച്ചൊന്നും മുത്തശ്ശി പറഞ്ഞില്ല. പിന്നെ വൈജയന്തി ഗർഭിണിയായ കാര്യത്തെക്കുറിച്ചും പറഞ്ഞില്ല. ആ സമയത്ത് അലീനയുടെ മുഖം മാറുന്ന കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല അയാളുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. അത് ഗംഗാധരനൊക്കെ എതിർത്തു. ഒടുവിൽ അവളെ ഞങ്ങളും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം നടന്നു. ചിലപ്പോൾ ആ കഥകളെക്കുറിച്ചൊക്കെ പറയുമെന്നായിരിക്കും ഗംഗാധരൻ പറയണേ. ചിലപ്പോൾ അതായിരിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞു. പക്ഷെ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അലീനയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാ. ആരാ എന്താന്ന് പോലും ഇത്രയും കാലം അറിയില്ലായിരുന്നു. അമ്മ ആരാന്ന് പോലും അറിയില്ലായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് അറിയത്തുള്ളൂ തൻ്റെ അമ്മ ആരാന്ന് പോലും. ഇപ്പം തനിക്ക് അമ്മ ആരാന്നറിയാം, പക്ഷെ അച്ഛൻ ആരാന്ന് മാത്രം അറിയത്തില്ലാത്തുള്ളേ. അതൊക്കെ ഓർത്തപ്പം അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അലീന പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിൽ അവിടെ തനിക്കായിട്ടുള്ള ആ ഒരു പായലിൽ പോയി കിടക്കുവാണ്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ഇതുപോലെ തന്നെ ആലോചനയിലായിരുന്നു. എങ്ങനെ എന്താവെന്ന് അറിയത്തില്ലോ. ആ സമയം വൈജയന്തി മുറിയിലാണ് ആകെപ്പാട് ടെൻഷനോടെ ഇരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഒടുവിൽ കമലയെ ഒന്ന് വിളിക്കാമെന്ന് കരുതി. ഇപ്പം എല്ലാ വശത്തൊന്നും വൈജയന്തിക്ക് നല്ല കൊട്ടാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കണേ. അപ്പം നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന കണക്ക് കമലയെ ഒന്ന് വിളിക്കാം. അങ്ങനെ കമലയെ വിളിച്ചപ്പോൾ കമല ചോദിച്ചു, എന്താ വൈജയ് ഈ സമയത്ത്? നീ ഉറങ്ങിയില്ലായിരുന്നോ? എങ്ങനെ ഉറങ്ങാനാ കമലയെടുത്തി? അതുപോലുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഇവിടെ നടക്കണേ. എന്ത് കാര്യങ്ങൾ? എന്താ അവിടെ? ഒന്നും പറയണ്ട. ഇപ്പം ഇവിടെ ആരാന്നറിയാവോ? ഇവിടെ ഇപ്പം അലീനയാണ് ഇവിടെ മെയിനായിട്ടുള്ള ആള്. ഞാനിവിടെ ഒന്നുമല്ല, ഞാൻ വെറും വേലക്കാരി. അവളിവിടുത്തെ വീട്ടുകാരി. നീ എന്തൊക്കെയാ വൈജയ പറയണേ? ഒന്നും പറയണ്ട. ബാലേന്ദ്രന് ഒരു അറ്റായിക വന്നോട് കൂടിയിട്ട് എൻ്റെ സ്ഥാനം പുറത്തായി. ഇപ്പം ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ അലീനയാണ്. അലീനയെ മതി ബാലേന്ദ്രന്. ഞാനിപ്പോൾ പുറത്തുപോയി. കമല പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വൈജയൻ നിന്നോട് അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. അപ്പം അനുസരിച്ചോ? എങ്ങനെ പറഞ്ഞു വിടാനാ? അല്ല മനുവും ബാലേന്ദ്രനും കൂടിയല്ലേ അലീനയെ കൂട്ടിക്കൊണ്ട് വന്നേ. ഏത് സമയത്താണോ എന്തോ എനിക്ക് അമ്മയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അമ്മയുടെ സുഖവാസമൊക്കെ അവസാനിപ്പിച്ച് ഞാൻ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവന്ന് വിടാൻ പോവാ. ഇങ്ങോട്ടോ? അതെങ്ങനെ ശരിയോ? പിന്നല്ലാതെ. അതെ, മകൻ്റെ വീട്ടിലല്ലേ നിൽക്കണ്ടേ, അവിടെ നിൽക്കട്ടെ. അതല്ലേ തറവാട്. അല്ലാതെ എനിക്ക് കൊണ്ടുവന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല. അമ്മ അവിടെ വന്ന് നിൽക്കട്ടെ. അമ്മ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇവിടെ എന്ത് കാരണം പറഞ്ഞ് നിൽക്കാൻ പറ്റും? ഞാൻ പറയും ഒരു ജോലിക്കാരുടെ ആവശ്യമില്ലെന്ന്. അവളെ ഞാൻ അങ്ങോട്ട് പിരിച്ചുവിടും. പിന്നെ അങ്ങനെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അവൾക്ക് ഈ വീട് വിട്ട് പോയേ മതിയാവുള്ളൂ. അത് കേട്ടതും കമല പറഞ്ഞു, അത് കൊള്ളാം. അതിനുശേഷം ഞാൻ വേണേൽ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം. ഞാൻ വേറൊരു ജോലിക്കാരെ ഏർപ്പാടായിക്കോളാം. കമല പറഞ്ഞു, അങ്ങനെയാണ് കുഴപ്പമില്ല വൈജയ്. ഇത് നീ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. എൻ്റെ മകൻ മനു ഉൾപ്പെടെ ആ വീട്ടിലുള്ള നിന്റെ കുട്ടികളൊക്കെ അവളുടെ സൈഡിലാണ് നിൽക്കുന്നത്. അതാ എനിക്കും മനസ്സിലാകാത്ത. പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കമലയെടുത്തി.
വൈജയ്, നീ താണ് കൊടുക്കുന്നതോറും തലയിൽ കയറി നിരങ്ങും. ഭർത്താക്കന്മാരുടെ സ്വഭാവം അറിയാലോ, അവരെപ്പോഴാ പിടിവിട്ട് പോകുന്ന അറിയത്തില്ല. നമ്മുടെ കൈവിട്ട് പോയാൽ പിന്നെ പോയി. പരച്ച വരെ നിർത്തണം എന്നൊക്കെ കമല ഉപദേശിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് കമലയല്ലേ, എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് കമലയെ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കമലയെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് കുറച്ച് സമാധാനമായി. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഗോവർദ്ധനെ രാവിലെ തന്നെ ബാലേന്ദ്രൻ വിളിപ്പിച്ചു. അപ്പം കണക്കുകളും കാര്യങ്ങളൊക്കെ, ജ്വല്ലറിയുടെ കാര്യങ്ങളും ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഗോവർദ്ധനാണ് നോക്കുന്നത്. അളിയനും കൂടെയാണ് ഗോവർദ്ധൻ, പെങ്ങളുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ഗോവർദ്ധനം വന്നു ബാലേന്ദ്രൻ മുറിയിലേക്ക് എന്നിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ട് എനിക്കിവിടെ സഹായിയായിട്ട്. അതാരാ? എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ? അതെ, അലീന എന്നാ പേര്. ഇവിടെ ജോലിക്കായിട്ട് വന്ന കുട്ടിയാ, അമ്മയെ നോക്കാൻ വേണ്ടി വന്ന. ഇനിയിപ്പോൾ എൻ്റെ കെയർ ടേക്കറും കൂടെയാ. അത് മാത്രമല്ല, ഇനിയിപ്പം എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ അവളായിരിക്കും എന്ന് പറയാം. അത് കേട്ടപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു, അല്ല, അതിൻ്റെയൊക്കെ ഉണ്ടോന്നോ? എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ ഗോവർദ്ധന? പിന്നെ ഇതുപോലത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനും ഏൽപ്പിക്കാനായിട്ടും എൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അലീന. ഇനിയിപ്പം അവളും കൂടെ കാര്യങ്ങളൊക്കെ അറിയണം, അവളെയും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഗോവർദ്ധൻ അതൊക്കെ കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. വീട്ടുജോലിക്ക് വന്നൊരു പെൺകുട്ടിയെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക, അത് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഗോവർദ്ധന താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു. വൈജയന്തി ചോദിച്ചു, എന്ത് പറഞ്ഞു നിങ്ങളുടെ ബാലേന്ദ്രന്? എന്തേലും പറഞ്ഞോ? അല്ല, അത് പിന്നെ ഞങ്ങൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച കണക്കുകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുണ്ടായിരുന്നു. കണക്കുകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു പോലും. ഇപ്പം എന്നെ കാണണ്ട. നിങ്ങളുടെ അളിയന് എന്നെ കാണുമ്പോൾ ഏതാണ്ട് ചതുർത്തിയ. ഇപ്പം അലീനെന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, അവളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൾ നോക്കിയാൽ മതി. അല്ല, ആ കാര്യം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പോവാ. ഇന്നത്തോടു കൂടി അവളുടെ ഈ വീട്ടിലെ പൊറുതി അവസാനിപ്പിക്കാൻ പോവാ. അതെന്താ വൈജയ് അങ്ങനെ പറഞ്ഞേ? ഞാൻ അമ്മയെ കൊണ്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വിടാൻ പോവാ. കൊല്ലപ്പള്ളി വീട്ടിൽ വിട്ടാൽ പിന്നെ അമ്മയെ നോക്കാനായിട്ട് ആളിൻ്റെ ആവശ്യമില്ലല്ലോ. അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടാൻ പോവാ. പിന്നെ അവൾക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഗോവർദ്ധനം പറഞ്ഞു, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല വൈജയന്തി. അതെന്താ? അവളിപ്പം ബാലേന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയണേ. പ്രൈവറ്റ് സെക്രട്ടറിയോ? അതെ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇനി അവളെ പിരിച്ചുവിടാൻ പറ്റുമെന്ന് തോന്നില്ല. ഇനി അമ്മയെ നോക്കാൻ അല്ലെങ്കിലും ബാലേന്ദ്രനെ നോക്കാനായിട്ട് ബാലേന്ദ്രൻ അവളെ ഇവിടെ നിർത്തും. പിന്നെ വൈജയന്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വൈജയന്തി വല്ലാത്തൊരവസ്ഥയെ. ഗോവർദ്ധൻ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വൈജയന്തിക്ക് സമനില തെറ്റുന്ന പോലെയാണ് തോന്നിയത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കളിച്ച് അത്രം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അവളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ഇങ്ങനെ പോയിട്ടാണെങ്കിൽ നാളെ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയെല്ലാം അവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുമല്ലോ. താനും മക്കളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമല്ലോ എന്നൊരു ചിന്ത വൈജയന്തിൻ്റെ ഉള്ളിലുണ്ടായി. ആ സമയം അലീന ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീന രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. അപ്പം വൈജയന്തി ബാങ്കിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വന്നായിരുന്നു. അലീന വന്നിട്ട് പറഞ്ഞു, അതെ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് മാടെന്ന് പറയണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നീ തന്നെ കൂടെ കഴിച്ചാൽ മതി, അല്ലെ കൊണ്ട കൊടുക്കടി. ബാലേന്ദ്രൻ മോളിൽ കിടപ്പില്ലേ, അങ്ങേറെ കൊണ്ടേ കൊടുക്കുക. എനിക്ക് വേണ്ട നിന്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ട് തന്നിരിക്കുന്നു. നിന്നെ ഞാൻ കാണിച്ചുതരാം. ഞാൻ പോയിട്ട് വരട്ടെ, നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സമനില തെറ്റിയ മട്ടിലാണ് വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത്. എങ്ങോട്ടാ പോയത്, എന്താ ഏതാന്നൊന്നും അലീനയ്ക്കൊന്നും മനസ്സിലായില്ല. അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഇന്നു. മുത്തശ്ശിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ, അതിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം മുത്തശ്ശി എല്ലാവരുടെയും കാര്യം ചോദിക്കണം. വൈജയന്തി ബാങ്കിൽ പോയെന്നൊക്കെ ചോദിച്ചു കഴിയും. പറഞ്ഞു, ബാങ്കിലൊക്കെ പോയെന്ന് എനിക്ക് തോന്നില്ല മുത്തശ്ശി. ആകെപ്പാടെ മാഡത്തിനൊരു ദേഷ്യമായിരുന്നു എന്നോട്. ദേഷ്യമോ? അതെ, അല്ലെങ്കിലും എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ. എന്നെ നോക്കി എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല. അല്ല, ഇപ്പം എന്താ പുതിയ പ്രശ്നം? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഗോവർദ്ധന സാറ് വന്നിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷം മാഡം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്. ഇനിയിപ്പോൾ എന്തായിരിക്കും പുതിയ പ്രശ്നം? അതറിയില്ല. മാഡത്തിനോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. പക്ഷേ അത്ര നല്ല രസത്തിലല്ല പോയിരിക്കുന്നത്, നല്ല ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശിക്ക് തോന്നി എന്തോ വേറൊരു കുഴപ്പമുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം അലീനയെ ബാലേന്ദ്രൻ വിളിച്ചു. അങ്ങനെ കോളുമ്പെല്ല് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന മുറിയിലേക്ക് നിന്നു. എന്താ സാറേ, എന്താ കാര്യം? നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറേ ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങെടുത്ത്
കൊടുക്കാൻ പറഞ്ഞു, അതും കൂടെ കൊടുത്തു. കണ്ടോ ഈ ഫയലുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഗോവർദ്ധനം കൊണ്ട് എന്നെ ഏൽപ്പിച്ച, ഇനി മുതൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട്. ഞാനോ? അതെ, ഇത് വെക്കേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അല്ല അത് പിന്നെ നിനക്ക് ഞാൻ പുതിയൊരു പോസ്റ്റ് തന്നിട്ടുണ്ട്, എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള. എൻ്റെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട്. ഇനിയിപ്പോൾ കണക്കുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിനക്കൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അല്ല നീ +2 വരെ പഠിച്ചല്ലേ? അതെ, അത്യാവശ്യം കണക്കുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലേ? എല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞ് അലീനയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ല ഇത് മാഡത്തിന് ഇഷ്ടപ്പെടുമോ? മാഡത്തിൻ്റെ ഇഷ്ടമോ നീ നോക്കേണ്ടതില്ല, ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് എന്നെ ഇഷ്ടമാണോ? അല്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നോടൊപ്പം നിന്നാൽ മതി. നിനക്ക് ശമ്പളം തരുന്ന ഞാനല്ലേ? അതെ സാർ, അതങ്ങനെയാ. സാർ എന്നുള്ള വിളി നമ്മൾക്കിടയിൽ വേണ്ട, അറിയാലോ. ഞാൻ നിന്നെ മോളെ പോലെ കരുതുന്നേ. അപ്പം എന്നെ അച്ഛനായിട്ട് കണ്ടാമെന്ന് എന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയെന്ന് അലീന പറഞ്ഞു. ഇനിയിപ്പം നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിരിക്കും വൈജയുടെ അടുത്ത പുറപ്പാട്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇപ്പം നീ അമ്മയെ നോക്കുക മാത്രമല്ല ചെയ്യുന്നേ, എന്നെയും കൂടെ നോക്കുന്നേ. അതോടൊപ്പം തന്നെ ഇനിയിപ്പം അമ്മയെ വൈജി ഇവിടുന്ന് കൊല്ലപ്പള്ളിക്കോ എങ്ങോട്ടും മാറ്റിയാൽ പോലും നീ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. നീ എപ്പോഴും ഈ വീട്ടിലുണ്ടായിരിക്കണം. നിനക്ക് ശമ്പളം തരുന്ന നിന്നെ ഇവിടെ നിർത്തുന്നത് ഞാനാ. അലീനയ്ക്ക് കാര്യം മനസ്സിലായി എന്താന്ന്. അലീന ചിരിച്ചുകൊണ്ട് ശരിയും തലയാട്ടുവാണ്. കാരണം ഇപ്പം ബാലേന്ദ്രന് മനസ്സിന് ഒരു കാരണവശാലും ടെൻഷൻ കൊടുത്തുകൂടാ. അല്ലെങ്കിലും ബാലേന്ദ്രൻ പാവാന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, വൈജയന്തിയുടെ സ്വഭാവത്തെക്കുറിച്ചും. ഈ സമയത്ത് വൈജയന്തി ആണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലാണ് പോകുന്നത്. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. അവിടെ പോയി ഇങ്ങനെ റെസ്റ്റോറൻറ്റ് കയറി ഇരിക്കുക. റെസ്റ്റോറൻറ്റ് കയറി എന്നിട്ട് ഒരു കോഫിക്ക് ഓർഡർ ചെയ്തിട്ട് വൈജയന്തി ഇങ്ങനെ ഇരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വന്ന് അവൾ തൻ്റെ തലയിൽ കയറി ഇരുന്ന് ഇറങ്ങുക. ഇനിയിപ്പം വീട് സ്ഥലവും കൂടെ അവളുടെ പേരിലേക്ക് എഴുതി വെക്കുമോ എന്നൊരു ചിന്തയൊക്കെ വൈജയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. സമനില ഏറ്റിപ്പോയി വൈജയ്ക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.